Hello friends, welcome to my YouTube channel Andro Creations. പലരും എന്നോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഫോണിലെ ബാറ്ററി കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അത് പുതിയത് മാറാതെ പഴയ ബാറ്ററിയെ തന്നെ നമുക്ക് ശരിയാക്കി എടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് കാണുക. മുഴുവനായിട്ടും തന്നെ വീഡിയോ കാണുക. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രത്യേക കംപ്ലൈന്റുകൾക്ക് നമ്മുടെ ബാറ്ററി നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അതിൽ ഒരു കാരണവും അല്ലെങ്കിൽ ഒരു സാഹചര്യവും നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ബാക്കിയുള്ളവ നമുക്ക് വരും ദിനങ്ങളിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. നമ്മുടെ ഫോണിൽ വരുന്ന പല പ്രോബ്ലംസിനും പല ഇഷ്യൂസിനും ഫോൺ റീസ്റ്റാർട്ടിങ്, അതുപോലെ തന്നെ ഫോൺ കോൾ വരുമ്പോഴത്തേക്കും ഫോൺ ഓഫായി പോവുക, ഫോൺ ഓണാകാതെ വരുന്ന സാഹചര്യം, അങ്ങനത്തെ പല കാരണങ്ങൾക്കും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് സംഭവിക്കാം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി മാറുകയാണ് പതിവ്. എന്നാൽ ബാറ്ററി മാറാതെ തന്നെ നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാൻ, നമ്മുടെ ഉള്ള ബാറ്ററി റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ, പ്രത്യേക കംപ്ലൈൻറ്റുകൾക്ക് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി മാറാതെ തന്നെ ഉള്ള ബാറ്ററി, നമ്മളെ ഫോണിൽ ഉള്ള ബാറ്ററി തന്നെ അത് ചില രീതിയിൽ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി നമ്മൾ വെളിയിലെടുക്കുക, ബോർഡിൽ നിന്നും വിളക്കി വെളിയിലെടുക്കാം. എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അതിൻ്റെ ഒരു സ്ട്രിപ്പും ബാറ്ററി മദർ ബോർഡുമായി ഘടിപ്പിക്കുന്ന ഒരു സ്ട്രിപ്പൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ നേരെ ഒരു ചെറിയൊരു ബോർഡ് കാണാൻ സാധിക്കും. ഈ ഒരു ബോർഡിനെ പറയുന്ന പേരാണ് BMS ബോർഡ് എന്നാണ് പറയുന്നത്. ബാറ്ററി പ്രൊട്ടക്ഷൻ ബോർഡാണ് ഈ ഉള്ളത്. ഈ ഒരു ബാറ്ററി പ്രൊട്ടക്ഷൻ ബോർഡ് അല്ലെങ്കിൽ BMS ബോർഡ് നമ്മുടെ ബാറ്ററിയുടെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാരണമെന്ന് പറയുന്നത് ഫോൺ ഓവർ ചാർജിങ് തടയുന്നതിന്, ഫോണിൽ വരുന്ന ഓവർ ചാർജിങ്, കൂടുതൽ ചാർജിങ് തടയുന്നതിനും, അതുപോലെ തന്നെ ഓവർ ഡിസ്ചാർജിങ് തടയുന്നതിനും, അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൽ ഉണ്ടാകുന്ന ഷോട്ടുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും ഒറ്റുമൊക്കെയാണ് ഈ ഒരു BMS ബോർഡ് നമ്മുടെ ബാറ്ററിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ BMS ബോർഡിൽ ഒരു ഫ്യൂസ് ഉണ്ട്, ഒരു ചെറിയൊരു ഫ്യൂസ് ഉണ്ട്. ആ ഫ്യൂസ് പല സാഹചര്യങ്ങൾ കൊണ്ടും കട്ടായി പോകാം, അല്ലെങ്കിൽ ഫ്യൂസ് പല സാഹചര്യങ്ങൾ കൊണ്ടും ആ ഫ്യൂസ് ഡാമേജ് ആയി പോകാം. അങ്ങനെ ഫ്യൂസ് ഡാമേജായി പോകുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോൺ റീസ്റ്റാർട്ടിങ് ഇഷ്യൂസുകളോ, കറക്റ്റ് ആംബിയർ കിട്ടാതെ ഫോൺ റീസ്റ്റാർട്ടിങ് ഇഷ്യൂസ് സംഭവിക്കാം. അതുപോലെ തന്നെ ഫോൺ ഓണാകാതെ വരുന്ന സാഹചര്യം സംഭവിക്കാം, വോൾട്ട് പുറത്തോട്ട് വരാത്ത, അങ്ങനെ പല സാഹചര്യങ്ങളും സംഭവിക്കാം. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ആ ഒരു ഫ്യൂസ് നമുക്ക് റിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, ആ ബാറ്ററിനെ വീണ്ടും യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ഇതിപ്പോൾ എൻ്റെ ഷോപ്പിൽ വന്ന ഒരു ഫോണ് ഓണാകാതെ അല്ലെങ്കിൽ ഡെഡ് കണ്ടീഷനിൽ വന്ന ഒരു ഫോണിൻ്റെ ഒരു ബാറ്ററിയാണ്. ഞാനത് ചെക്ക് ചെയ്തു. ഞാനിപ്പോൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഞാനിത് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. എത്രയാണ് ഇതിൻ്റെ വോൾട്ട് എന്നുള്ളത് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ സ്ട്രിപ്പ് എടുത്ത് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് നോക്കിയാണ്. മൾട്ടിമീറ്റർ വെച്ച് കണക്ട് ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 0 യാതൊരുവിധ വോൾട്ടും കാണിക്കുന്നില്ല, 0 ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ബാറ്ററി കംപ്ലൈൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്യൂസ് ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനായിട്ട് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഈ ഒരു ബോർഡ് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചിരിക്കും. ഈ ഒരു ടേപ്പ് നിങ്ങൾ റിമൂവ് ചെയ്ത ശേഷം ഈ ഒരു BMS ബോർഡ് ഇതേപോലെ ബെൻഡ് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് ഒടിച്ചെടുക്കൽ, ജസ്റ്റ് ഒന്ന് അനക്കി വെളിയിൽ എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും, ഇതാണ് ഫ്യൂസ് എന്ന് പറയുന്നത്. കണ്ട, ഇതാണ് ഫ്യൂസ്. കണ്ട, ഈ ഒരു ഫ്യൂസ് ഡാമേജായി പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വോൾട്ട് പുറത്തോട്ട് വരികയില്ല. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അത് കറക്റ്റ് ആണോ എന്നുള്ള ചെക്ക് ചെയ്യേണ്ടത്, വോൾട്ട് ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററിയുടെ മെയിൻ പോസിറ്റീവ് നെഗറ്റീവുമായിട്ട്, അതായത് ബാറ്ററിയിൽ നിന്ന് പുറത്തോട്ട് വരുന്ന വോൾട്ട് ചെക്ക് ചെയ്താൽ മതി. ഞാൻ അതിനായിട്ട് വോൾട്ട് ചെക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ വോൾട്ട് എന്ന് പറയുന്നത് 3.90, അതായത് ഏകദേശം 3.90 അടുപ്പിച്ച് നമുക്ക് ഇതിൻ്റെ വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം 3.7 മുകളിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ബാറ്ററി നല്ലതാണ് എന്നുള്ളതാണ്. അപ്പോൾ 3.90 ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ബാറ്ററി ചാർജ് ഇതിനകത്തുണ്ട്. എങ്കിലും നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും 0 കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് BMS ബോർഡിൽ എന്തോ ഒരു ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ട്, എന്തോ ഒരു കംപ്ലൈൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഫ്യൂസിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്യൂസിൻ്റെ അവിടെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു വോൾട്ടാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഫ്യൂസിൻ്റെ അവിടെ ചെക്ക് ചെയ്യുകയാണ്. ഫ്യൂസിൻ്റെ അവിടെ കിട്ടുമ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും 3.90, നേരത്തെ കണ്ട 3.90 ഉണ്ട്. എന്നാൽ നമുക്ക് ഇപ്പുറത്തോട്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും യാതൊരുവിധ വോൾട്ടും തന്നെ കാണിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ ഒരു ഫ്യൂസ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, ഈ ഒരു ഫ്യൂസ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്,
ഈ ഒരു ഫ്യൂസ് ഒന്നുകിൽ മാറ്റി കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു എന്തെങ്കിലും വെച്ച് ജമ്പർ വയറോ വല്ലതും ഉപയോഗിച്ച് ഷോർട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഷോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബാറ്ററി വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഫ്യൂസ് ഒന്ന് ഷോർട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഞാൻ ഇതാണ് ഒരു ജമ്പർ വയർ ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂസ് 2 ഞാൻ ഷോർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടു കാണും, ഇത് ചെയ്തിരിക്കുന്നതാണ്. ഫ്യൂസ് 2 ഞാൻ ഫ്യൂസ് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വോൾട്ടേജ് എത്ര വരുന്നുണ്ട് എന്നുള്ളത്, ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. നേരത്തെ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും 0 ആയിരുന്നു കിട്ടിയിരുന്നത്. എന്നാൽ നമുക്ക് ഷോർട്ട് ചെയ്ത ശേഷം എത്ര കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. കണ്ടോ, 3.90 അടുപ്പിച്ച് നേരത്തെ ഉള്ള അതേ വോൾട്ട്, നേരത്തെ നമ്മൾ മെയിനിൽ നോക്കിയ അതേ ഇത് 3.90 കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ബാറ്ററിയുടെ ഇഷ്യൂസ് ഇത് മുഖേന നമുക്ക് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് മൊബൈലിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മൊബൈൽ ഓണായി വരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇതേപോലെ നിങ്ങളുടെ ഫോണിലെ ബാറ്ററിയും ഫ്യൂസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഷോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ബാറ്ററി റെഡിയാക്കി എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഫ്യൂസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളല്ലാതെ തന്നെ പല പ്രോബ്ലംസുകൾ കൊണ്ടും BMS ബോർഡിലെ പല പ്രോബ്ലംസുകൾ കൊണ്ടും നമ്മുടെ ഫോണിലെ ബാറ്ററി ഇഷ്യൂസുകൾ കാണിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.